നെയ്യിട്ട് അയച്ചിട്ടില്ല. നെയ്യില്ലേ കൊണ്ടുവന്നിട്ടാണ് തീർന്നു. ഫൈനലി നമ്മളിതാ ഫുൾ സെറ്റാക്കി. നല്ല അപ്പൊ നമ്മൾ ഈവനിങ് ആയപ്പോ കയറണം. നല്ല രീതിയിൽ മസാലയിലൊക്കെ രണ്ട് ഇതിലൊക്കെ ആക്കി ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. എന്നാലും ഇന്ന് നെയ്യിട്ട് അയച്ചിട്ടില്ല. നെയ്യില്ലേ കൊണ്ടുവന്നിട്ടാണ് തീർന്നത്. ആ പാട്ടാൻ നോക്കി ബോട്ടിലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതാ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഓട്സിൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളെ വീട്ടിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കാരക്കയോ അല്ലെങ്കിൽ നട്ട്സൊക്കെ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വീട്ടിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓട്സ് ഇടരുത്, ഒരു പാകമായിട്ടുള്ള ഓട്സ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം തിക്കായിട്ടല്ല നമുക്കിത് വേണ്ടിയിട്ടില്ല, കുറച്ച് ലൂസായിട്ടുള്ളൊരു ഇതാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതാ ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിയാ സീഡും കസ്കസും രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് കുറച്ച് നാളെ മുന്നെയാണ് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും അടിപൊളി തന്നെയാണ്. ചിയാ സീഡ് വെയിറ്റ് കൺട്രോൾ ചെയ്യണമൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ആയുർവേദ കടയിലൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈത്തപ്പഴം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, സ്ട്രോബെറി, അങ്ങനെ കുറച്ച് സാധനം എടുത്തിട്ടുള്ളത്. അതൊക്കെ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചൂടാറിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ബെറ്റർ. അതിലിട്ട് നിങ്ങൾ ഒരിക്കലും തിളപ്പിക്കരുത്. ഞാനിതാ ഒരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ഇതാ ഞാൻ ഈ അരിഞ്ഞു വെച്ചതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അത് ഇതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിലുള്ളതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ മോർണിംഗ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് കുറക്കുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള കുറച്ച് ഐറ്റംസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ അല്പം ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ വീട്ടിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് ടേസ്റ്റ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇത് വെയിറ്റ് കുറക്കുന്നവർക്കൊക്കെ അടിപൊളിയൊരു സംഭവമാണ്. ഫ്ലാക്സ് സീഡ് എന്ന് പറയും. ഇതും ഞാനിപ്പോൾ ഡയറ്റിങ് ആയതുകൊണ്ട് കുറച്ച് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചതാണ്. ഇതിന് കുറച്ച് റൈറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. അപ്പോൾ വെയിറ്റ് കുറക്കുന്നവരൊക്കെ മസ്റ്റായിട്ടും വാങ്ങേണ്ട ഒരു സംഭവമാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി, ഒരുപാടുണ്ട്. അപ്പോൾ തന്നെ ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മോർണിംഗ് നമുക്ക് എണീറ്റതിന് ശേഷം വെറും വയറ്റിൽ കുടിക്കുക കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. വലിയ ടേസ്റ്റൊന്നുമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഏതൊരാൾക്കും കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അതിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിയാ സീഡ് കേട്ടോ. അപ്പോൾ നമ്മൾ കസ്കസും ചിയാ സീഡും നല്ല വ്യത്യാസം. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് തന്നെ ഞാൻ നമ്മളെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ്. വലിയ നമുക്ക് കുടിക്കാൻ പറ്റാത്ത വ്യത്യാസമൊന്നുമില്ല, നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ മോർണിംഗ് കുടിക്കാറുണ്ട് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ എന്തായാലും ഓവറായിട്ട് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്നാലും മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റംസാനൊക്കെ വരികയാണ്, ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഡയറ്റിങ് ആക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെയാണ് പോകുന്നത്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ള ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നല്ല അടിപൊളി ടിപ്പൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ ഞാനിതാ അതിനുള്ളിലത്തെ ഈ ഒരു പാർട്സൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇട്ടതെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ ഒരുപാട് വീഡിയോസ് ടിപ്പുകളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ താഴെപ്പോയിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കേട്ടോ
അപ്പോൾ നമ്മൾ പാർട്ടി വെയറും അതുപോലെ തന്നെ വെസ്റ്റേൺ ടൈപ്പൊക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റോർ പുതിയത് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു റോസ് പെറ്റൽസിൽ ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്യുക, ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഐറ്റംസ് ഇതാ നമ്മൾ യൂട്യൂബിൽ തന്നെ ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട്. വെസ്റ്റേണൊക്കെ നല്ല കുറഞ്ഞ ബഡ്ജറ്റിനാണ് നമ്മൾ സെല്ലാക്കുന്നത്. പിന്നെ ഹെവി പാർട്ടി വെയറൊക്കെ നമ്മൾ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റഗ്രാമിൻ്റെ പേരും എൻ്റെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലുള്ളത് ഏത് കളക്ഷനാണ്, ഒരുപാട് വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ നമ്മൾ ഇൻസ്റ്റ വഴി ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ ജസ്റ്റ് ഇവിടെ ചൂടത്ത് വെക്കുന്നുണ്ട്. നല്ല വെയിലല്ലേ, ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, നല്ല ക്ലീനായിട്ട് ഉണങ്ങി കിട്ടും. അത്രയും ചൂടാണ് നമ്മൾ പുറത്തൊക്കെ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജ് ഇതാ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഫ്രിഡ്ജ് എത്രത്തോളം അഴുക്കായിരുന്നു, അത് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഫൈനലി എല്ലാ സാധനവും അത്യാവശ്യമുള്ള സംഭവമൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത നമ്മളിതാ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ട്രേ ആയാലും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തന്ന ആ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അത് നമ്മളെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെറുനാരങ്ങയും ഉപ്പും അതുപോലെ തന്നെ നമ്മൾ സോപ്പ് ഓയിലുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉരച്ചെടുത്താൽ നല്ല ഇതുപോലെ നല്ല വെട്ടി തിളങ്ങുന്ന നമ്മൾ ഫ്രിഡ്ജൊക്കെ ആക്കാം കേട്ടോ. കാരണം അത്രയും അഴുക്കുള്ളതായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു എഡ്ജിലുള്ള എല്ലാ ചപ്പും പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാം ട്രേയും ഒക്കെ ഇപ്പോൾ ടോട്ടലി നമ്മളൊരു പുതിയൊരു ഫ്രിഡ്ജിൻ്റെ ലുക്കാക്കി എടുത്തിട്ടുണ്ട്. വലിയ പഴക്കമൊന്നുമില്ല ഫ്രിഡ്ജ്, ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചത് തന്നെ. പക്ഷേ ഇതിലൊരുപാട് കച്ചറ വന്നിട്ട് അത് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതാ നമ്മൾ ഫൈനലി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ക്യാരറ്റ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകം, ഒരു 3 കഷ്ണം ക്യാരറ്റ്, പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും ജീരകവും പച്ചമുളക് കൂടിയും കൂട്ടിയിട്ട് വെള്ളമില്ലാത്ത രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ജാറിൽ. അതിനുശേഷം നമ്മൾ ഈ ഒരു മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറ്റിങ്ങിൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ് ഞാൻ കഴിക്കുന്നത്. നല്ല കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് ദോശ കേട്ടോ. നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതായിരിക്കും. കാരണം അവർ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അവർക്ക് പച്ചമുളക് ഒഴിവാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും പിന്നെ ഇതാ നമ്മൾ വയലറ്റ് നമ്മളെ ക്യാബേജ് ഇല്ലേ, എൻ്റെ സാലഡ് ക്യാബേജ്, അതുകൂടി നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ വന്നില്ലേ, ഒരു യെല്ലോയും ഒരു വയലറ്റും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കട്ടത്തൈര് ഇതാണ് കേട്ടോ. ഞാൻ ഇതാണിപ്പോൾ ഫുഡിലേക്കൊക്കെ ആഡ് ചെയ്യൽ, മിൽക്കി മിസ്റ്റിൻ്റെ ഇതാണ്. ഇതും 3 കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നല്ല ഡയറ്റിംഗ് ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാ അറിയില്ല എൻ്റെ വായൻ്റെ സ്വഭാവം മാറുന്നത്. പണ്ടൊക്കെ ഞാൻ നല്ല വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറച്ചതായിരുന്നു. അതുപോലെ ഇപ്പോൾ കഴിയുമെന്നൊന്നും അറിയില്ല. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഞാൻ തൈരൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ചെറിയൊരു സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അരീക്കോട് ടൗണിൽ പോവാണ്. ഞാനും ഉമ്മി ഹസൂഡിയാണ് പോകുന്നത്. ഈവനിങ് ഒരു 5:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോവാണ്. അപ്പം നമ്മൾ സോപ്പ് ഓയിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. നമ്മൾ മുറിഞ്ഞിമാട്ടാണ് എത്തിയിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ സോപ്പ് ഓയിലൊക്കെ വാങ്ങിക്കൽ. അരീക്കോട് നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയല്ലേ, ആ ഒരു ടൈമിൽ നമുക്കിതാ ഇതുപോലെ അടിച്ച് പൊളിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ മുറിഞ്ഞിമാട് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്.
നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ചാലിയാർ പുഴയുടെ തീരത്ത് ഇതുപോലെ നല്ല അടിപൊളി കയാക്കിങ്ങും സംഭവങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആലപ്പുഴയ്ക്കൊന്നും പോകണ്ട കേട്ടോ. നമ്മൾ മുറിഞ്ഞിമാട് കീഴ്പ്പറമ്പ് എത്തിയാൽ മതി. അടിപൊളി ബോട്ടിങ്ങും അതുപോലെ ചവിട്ടി ബോട്ടും പിന്നെ കയാക്കിങ്ങും അങ്ങനെ എല്ലാം കൊണ്ടും കളർഫുള്ളായൊരു ഏരിയ ആണ്. നമ്മളിങ്ങോട്ട് ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ സംസാരിക്കാൻ പറ്റി, അവരൊക്കെ കാണാൻ പറ്റി, വളരെ ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് പേരുള്ളായിരുന്നു നമ്മൾ വന്ന ടൈമിൽ. പിന്നെ നമ്മൾ ഇറങ്ങാൻ ടൈമിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ശനിയും ഞായറും ആണ് കേട്ടോ നല്ല ക്രൗഡ് ഉള്ളത്. അല്ലാത്ത ദിവസം നോർമലി ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നല്ല ഈവനിങ് വൈബൊക്കെ കണ്ടിട്ട് ഒരു ബോട്ടിങ് യാത്ര അതൊരു വേറെ വൈബ് തന്നെയല്ലേ. അത് നമ്മളെ ആ ഒരു പുഴയുടെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിൽ ഈവനിങ് ഒരു 4:30-5 മണിക്ക് പുറത്തിറങ്ങാനാണ് ബെറ്റർ. അപ്പോൾ അത് ഞങ്ങളിതാ നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ ഇങ്ങനെ റൺ ചെയ്യാണ്. അപ്പോൾ ഒരാൾക്ക് 50 രൂപ ഉള്ളൂ കേട്ടോ ചാർജ്, കുറച്ച് ലോങ് വരെ പോയി വരാൻ വേണ്ടിയിട്ട്. നമ്മളതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. ചില ദിവസം രാവിലെ നമ്മൾ എങ്ങോട്ടെങ്കിലും വിടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലാണ്. ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള ലെവലിൽ അങ്ങനെ ഒരു പ്ലാനിങ് ആക്കി പോയതാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ശരിക്കും 5 മണിക്കാണ് ഇറങ്ങുന്നത്. ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടുന്ന് സോപ്പ് ഓയിലും അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിനോട് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുറിഞ്ഞിമാട് വന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളിതാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള വൈബൊക്കെ കണ്ടിട്ട് ഇങ്ങനെ റൺ ചെയ്യാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയൊരു അവസരമാണ് ഈ ഒരു ബോട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടാണ്. ഞാൻ കുറച്ച് നേരം ഓട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇക്ക എനിക്ക് സഹായത്തിന് ഉണ്ടായിരുന്നു. ഇക്ക അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിലാണ് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. നിങ്ങൾ ചായക്ക് ഇരിക്കുക. മമ്മ ചായക്ക് ഇരിക്കണം, അവിടെ ഇരുന്നോ. നിങ്ങൾ കട്ടൻ കാപ്പി ഇടിക്കുക, പാൽക്കാപ്പി അല്ലെങ്കിൽ പാല് പറ്റൂല. ബുൾസ് ആംബ്ലേറ്റും ചായ. ഞങ്ങൾ തന്നെയാണ് അധിക യാത്രകളും പോവാറ്. ഹസ്ബൻഡും ഉമ്മയും ഞാനും കേട്ടോ. ഒരുപാട് ഏരിയകൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാകുന്ന പ്ലാനിങ് ആയിരിക്കും. പിന്നെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒഴിവുള്ള ദിവസം ഇതുപോലെ എൻജോയ് ചെയ്യാറാണ് കേട്ടോ.